പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മാഗസീൻ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. മാഗസീൻ പോസ്റ്റ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാഗസീൻസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അയക്കാൻ സാധിക്കുന്ന ഒരു സർവീസാണ് മാഗസീൻ പോസ്റ്റ് എന്ന് പറയുന്നത്. 1/4/2022 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതായത് ഈ പബ്ലിഷേഴ്സിന്, മാഗസീൻസിൻ്റെ ഒക്കെ പബ്ലിഷേഴ്സിന് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ബൾക്കായിട്ട് അയച്ചു കൊടുക്കാം മാഗസീൻസ് താരതമ്യേന കുറഞ്ഞ റേറ്റിൽ. ഇതിനകത്ത് ഇത് അക്കൗണ്ടബിളാണ്. SMS അലേർട്ടുകളുണ്ട്, എൻഡ് ടു എൻഡ് ട്രാക്കിംഗ് സംവിധാനമുണ്ട്. ആദ്യം പറയുന്ന എലിജിബിലിറ്റിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ അയക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കണ്ടീഷൻസാണ് പാലിക്കേണ്ടത്. ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് 2021 പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക്കൽസിൻ്റെ ഡെഫിനിഷൻ ഇത് പാലിക്കണം. അതായത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് 2023 പീരിയോഡിക്കൽസിൻ്റെ ഡെഫിനിഷനുണ്ട്. ഒരു പീരിയോഡിക്കൽ എങ്ങനാവണം, ആ ഒരു കണ്ടീഷൻ ഈ മാഗസിൻ പാലിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പീരിയോഡിക്കൽ ആവണം എന്ന് സിംപ്ലി പറയാം. പിന്നെ മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്തിരിക്കണം ഇതിൻ്റെ പബ്ലിഷർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നത് ഈ ഒരു കാറ്റഗറി ഓഫ് മെയിൽ, അതായത് ഈ മാഗസീൻ പോസ്റ്റിൽ അണ്ടറിൽ പോകുന്ന ആർട്ടിക്കിൾസ് അത് പ്രിൻറ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം, വിത്തിൻ ഇന്ത്യ ആയിരിക്കണം. പിന്നെ ബോണഫൈഡ് ലിസ്റ്റ്, ഒരു 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ബോണഫൈഡ് ലിസ്റ്റ് ഉണ്ടാകണം. 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ആ ബോണഫൈഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യതയുള്ള 500 സബ്സ്ക്രൈബേഴ്സ്, ഈ ഫേക്കൊന്നും ആവരുത്. 500 സബ്സ്ക്രൈബേഴ്സ് മിനിമം ഉണ്ടായിരിക്കണം. അറ്റ് എ ടൈം മിനിമം 500 ആർട്ടിക്കിളെങ്കിലും ബുക്ക് ചെയ്യണം. ബൾക്കായിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. മിനിമം 500 അറ്റ് എ ടൈം ബുക്ക് ചെയ്യണം. അടുത്ത ലൈസൻസിങ് പ്രോസസ്സാണ്. ഇതിന് ലൈസൻസ് വേണം. ഈ ഒരു കാറ്റഗറിയിൽ മാഗസീൻസ് പോകാനായിട്ട് ഇതിൻ്റെ പബ്ലിഷർ ലൈസൻസ് മേടിക്കണം, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിവിഷണൽ ഹെഡാണ്. അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വയ്ക്കുക. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിവിഷണൽ ഹെഡാണ്. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറിന് ഒരു രജിസ്ട്രേഷൻ നമ്പരും കസ്റ്റമർ ID ഒക്കെ കിട്ടും. പിന്നെ അതിൻ്റെ ഒരു വാലിഡിറ്റി പോകുന്നത് തേർഡ് കലണ്ടർ ഇയറിലെ December 31. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ആ മൂന്നാമത്തെ വർഷത്തെ December 31 വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. റിന്യൂവൽ ചെയ്യാം. റിന്യൂവൽ ചെയ്യേണ്ടതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് 1 മാസം മുമ്പ് അത് റിന്യൂവലിന് കൊടുക്കണം. റിന്യൂവലിന് അപ്ലിക്കേഷൻ കൊടുക്കണം. ലേറ്റായിട്ട് വന്ന റിന്യൂവലിന് ഫീസ് ഉണ്ട്, 5 രൂപ പെനാൽറ്റി ഉണ്ട് ഈ ലേറ്റായിട്ട് വന്ന റിന്യൂവൽ ആപ്ലിക്കേഷന്. ഇപ്പോൾ എന്താ പറഞ്ഞേ, ഇതിന് ലൈസൻസ് വേണം. ആ പബ്ലിഷറിന്, മാഗസീൻ പോസ്റ്റ് അയക്കാനുള്ള ആ പബ്ലിഷറിന് ഇതിന് ലൈസൻസ് എടുക്കണം. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിവിഷണൽ ഹെഡാണ്. അപ്പോൾ അയാൾക്കത് അലോട്ട് ചെയ്ത് കിട്ടുന്നു. ഒരു രജിസ്ട്രേഷൻ നമ്പരും കസ്റ്റമർ ID കിട്ടുന്നു. അതുപയോഗിച്ച് അദ്ദേഹത്തിന് ബുക്കിംഗ് നടത്താം. ബുക്കിംഗ് നടത്തുമ്പോൾ ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്. തേർഡ് കലണ്ടർ ഇയർ, 3 വർഷം. ആ മൂന്നാമത്തെ വർഷത്തെ December 31 വരെ അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ട് ആ എടുത്ത ലൈസൻസിങ് പ്രോസസ്സിന്. പിന്നെ റിന്യൂവലിന് കൊടുക്കുക. റിന്യൂവൽ ചെയ്യുമ്പോൾ ഇത് കണക്ക് തന്നെ 3 വർഷം പിന്നെയും ആഡാവും. ലേറ്റായിട്ട് റിന്യൂവലിന് വന്നു കഴിഞ്ഞാൽ ഫീസ് ഒരു 5 രൂപ പെനാൽറ്റി മേടിക്കും. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വരുന്നത് പക്കയായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറിക്ക് 1 മന്ത് മുമ്പ് ആ റിന്യൂവൽ കൊടുക്കണം. അടുത്ത ബുക്കിംഗ് ലൊക്കേഷൻസ്. എവിടെയൊക്കെ ഇത് ബുക്ക് ചെയ്യാം? എല്ലായിടത്തൊന്നും ബുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇങ്ങനെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡെസിഗ്നേറ്റഡ് സ്ഥലങ്ങളിലാണ് ഇത് ബുക്ക് ചെയ്യാൻ പറ്റുക. പ്രസ് സോർട്ടിംഗ് ഓഫീസുകളിൽ, L1 അൺരജിസ്റ്റേർഡ് ഓഫീസസുകളിൽ ഇത് ബുക്ക് ചെയ്യാം. പ്രസ് സോർട്ടിംഗ് ഓഫീസ് പറയുമ്പോഴത്തേക്കും ഈ ന്യൂസ് പേപ്പർ പബ്ലിഷറുടെ പ്രമിസസിൽ വർക്ക് ചെയ്യുന്ന സോർട്ടിംഗ് യൂണിറ്റാണ്. അത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ L1 അൺരജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെയിൽ ഓഫീസസ്, RMSോട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫീസുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ബുക്ക് ചെയ്യാം. പലയിടത്തുനിന്നും പല ലൊക്കേഷനിൽ നിന്നും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു സിംഗിൾ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച്, ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പല സ്ഥലത്തു നിന്നും ഈ പബ്ലിഷറിന് ബുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാർകോഡ് സീരീസ് പ്രൊവൈഡ് ചെയ്യും കസ്റ്റമറിന്. അത് ഈ റാപ്പറിലൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെക്കണം അവർ. അപ്പോൾ അതിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് MP എന്നാണ്. അത് എക്സാം ബേസിന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ബാർകോഡ് സീരീസിൻ്റെ പ്രിഫിക്സ് അതിന് മുന്നേ ചേരുന്നത് MP എന്ന ലെറ്ററാണ് വരുന്നത്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നത് ഒരു എൻവലപ്പിനകത്ത് ഒരു മാഗസിൻ, അങ്ങനെ വേണം അയക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് ആ ഒരു മാഗസീൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ അയക്കാൻ ഒക്കത്തില്ല, സെപ്പറേറ്റ് തന്നെ അയച്ചോണം. ഒരു കവറിനകത്ത് ഒരു മാഗസീൻ, ആ ഒരു കണ്ടീഷനിൽ ഇത് പോകത്തുള്ളൂ.
പിന്നെ പറയുന്നത് ഈ ആർട്ടിക്കിൾസ് ഈ മാഗസീൻസ് ബുക്ക് ചെയ്യാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ബൾക്കായിട്ടായിരിക്കുമല്ലോ ബുക്ക് ചെയ്യാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ബൾക്ക് ബുക്കിങ്ങിന് വേണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും പിൻകോഡ് വൈസ് പ്രീ സോർട്ടഡ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. ആ ഒരു പബ്ലിഷർ കൊണ്ടുവരുന്ന ബൾക്ക് മാഗസീൻസ് പിൻകോഡ് വൈസ് സോർട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ് കോപ്പി, എന്താണ് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ്, അവരുടെ അഡ്രസ് ലിസ്റ്റ് വിത്ത് മൊബൈൽ നമ്പർ, അതൊരു സോഫ്റ്റ് കോപ്പി ആയിട്ട് കൊണ്ടുവരികയും വേണം. സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോമിൽ കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡെലിവറിയെ കുറിച്ച് പറയുവാണ്. അഡ്രസ് സ്പെസിഫിക് ആണ് മാഗസീൻ പോസ്റ്റ്. അഡ്രസ് സ്പെസിഫിക് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്രസ്സിൽ ഉള്ള ആർക്കുകളിലും കൊടുക്കും. അഡ്രസ് ഈ സ്പെസിഫിക് എന്ന് പറയുമ്പോഴത്തേക്കും ആ അഡ്രസ്സിക്ക് മാത്രമേ കൊടുക്കൂ. അഡ്രസ് സ്പെസിഫിക് എന്ന് പറയുമ്പോഴത്തേക്കും ആ അഡ്രസ്സിലുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ മാഗസീൻ പോസ്റ്റ് എന്ന് പറയുന്നത് അഡ്രസ് സ്പെസിഫിക് ആണ്. ഇത് അക്കൗണ്ടബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മാഗസീൻ പോസ്റ്റ്. പിന്നെ ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്, കുറേ കണ്ടീഷൻസ് പറഞ്ഞല്ലോ. ആ കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രീച്ച് സംഭവിക്കുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും മാഗസീൻ പോസ്റ്റ്. ഇനി പേയ്മെൻറ്റ്, എങ്ങനെയൊക്കെ ഇത് പേയ്മെൻറ്റ് ചെയ്യാം? 2 ടൈപ്പ് ഉണ്ട്. അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താം, പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. BNPL പോലെ ബുക്ക് നൗ പേ ലേറ്റർ. ഇപ്പോൾ ബുക്ക് ചെയ്യൂ, പൈസ പിന്നെ. അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കേസിൽ ഒരു സിംഗിൾ ലൊക്കേഷനിൽ നിന്നാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വെക്കേണ്ട മിനിമം ഡെപ്പോസിറ്റ് തുക എന്ന് പറഞ്ഞാൽ 1000 ആണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആണെങ്കിൽ 10,000 ആണ്. അത്രയും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കണം. ഇനി BNPL സ്കീം, അതായത് ബുക്ക് നൗ പേ ലേറ്റർ, ക്രെഡിറ്റ് ഫെസിലിറ്റി, അതായത് ഇപ്പോൾ ബുക്ക് ചെയ്യൂ പിന്നെ പൈസ തന്നാൽ മതി, ആ ഒരു ടൈപ്പ് ഓഫ് സ്കീമാണിത്. അതായത് ബുക്ക് ചെയ്യും, ആർട്ടിക്കിൾസ് ബുക്ക് ചെയ്ത് അങ്ങ് പോകും. പിന്നെ ആ മാസത്തെ ബുക്ക് ചെയ്തതിൻ്റെ തുക ബില്ലായിട്ട് അടുത്ത മാസം ജനറേറ്റ് ആവും. അത് പിന്നെ പബ്ലിഷർ അടച്ചാൽ മതിയാവും. ആ ഒരു ടൈപ്പ് ഓഫ് സർവീസാണിത്, ക്രെഡിറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഈ ഒരു സ്കീമിൽ ബാങ്ക് ഗ്യാരണ്ടി തരണം. അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ പബ്ലിഷർ ബാങ്ക് ഗ്യാരണ്ടി തരണം. അത് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 2 ബില്ലിംഗ് സൈക്കിൾസ് ആണ്. 2 ബില്ലിംഗ് സൈക്കിൾസിൻ്റെ തുക ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് തരണം. ബില്ലിംഗ് സൈക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു മാസം, ഇന്നത്തെ ഈ മാസത്തെ കുറേ ബുക്ക് ചെയ്ത് വിട്ടു, ഇതിൻ്റെ തുകയുടെ ബില്ല് അടുത്ത മാസമാണ് ജനറേറ്റ് ആവുന്നത്. അത് ആ മാസം ആ കസ്റ്റമർ അടച്ച് തീർക്കണം. ഇപ്പോൾ ഈ മാസം കുറേ ബുക്ക് ചെയ്ത് വിട്ടു, അതിൻ്റെ ബില്ല് നെക്സ്റ്റ് മന്ത് 7th ഡേയിൽ ജനറേറ്റ് ആവും. പിന്നെ അടുത്ത മാസം ആ 7th ഡേ കഴിഞ്ഞ് ആ നെക്സ്റ്റ് മാസത്തിൻ്റെ അവസാനത്തിന് മുമ്പ് ഈ പബ്ലിഷർ ആ കസ്റ്റമർ അടച്ചു തീർക്കണം. അപ്പോൾ ഇങ്ങനെ 2 ബില്ലിംഗ് സൈക്കിൾസിൻ്റെ തുക ആ കസ്റ്റമർ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് തരണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ പേയ്മെൻറ്റ് പറഞ്ഞല്ലോ, ബില്ല് ജനറേറ്റ് ആവുന്നു, കസ്റ്റമർ പേ ചെയ്യുന്നു. ഇപ്പോൾ ഈ പേയ്മെൻറ്റ് എന്തെങ്കിലും ലാഗ് വന്നു കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട്. 10% per annum ആണ് അതിൻ്റെ പെനാൽറ്റി വരുന്നത്. പിന്നെ ഇങ്ങനെ BNPL സ്കീമും അഡ്വാൻസ് പേയ്മെൻറ്റ് ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ BNPLന് വോളിയം ഡിസ്കൗണ്ടുകളോ പിന്നെ അഡ്വാൻസ് ഡെപ്പോസിറ്റിന് റിബേറ്റുകളോ ഒന്നും നമ്മൾ ഈ ഒരു സർവീസിൽ നൽകുന്നില്ല. ഇത്രയുള്ള മാഗസീൻ പോസ്റ്റ്. മാഗസീൻസ് കുറഞ്ഞ താരിഫിൽ അയക്കാൻ പറ്റുന്നൊരു സർവീസാണ് നമ്മുടെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ അറിയപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.